ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അറബിക് കുനാഫ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എത്രയാണ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അതാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കാണാം, സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനും കാണാം. അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് ക്രീം ചീസ് കുനാഫയാണ്. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് കുനാഫ ഡവാണ്. അതിനുശേഷം വേണ്ടത് പഞ്ചസാര. അപ്പോൾ ഇത് ഇത്രയൊന്നും വേണ്ട, അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് പാൽപ്പൊടി, അല്ലെങ്കിൽ പാലെടുത്താലും മതി. പിന്നെ മൈദ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ, പിന്നെ ക്രീം ചീസ് തന്നെ സ്പ്രെഡും കിട്ടും, അത് വാങ്ങല നോക്കി വാങ്ങണം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ബട്ടറാണ്, അത് അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക. പിന്നെ ഫ്രഷ് ക്രീം. അപ്പോൾ അതിന് തന്നെ ഈ ഒരു മോൾഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ അലൂമിനിയം മോൾഡാണ്, നമുക്കിത് ഡയറക്റ്റ് ഓവനിൽ വെച്ച് ചെയ്യാം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഇതിൽ കൊള്ളുന്ന, അതായത് ഇതിൽ വേണ്ട അളവാണ് ഞാനിവിടെ കറക്റ്റായിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഡവ് എപ്പോഴും ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അപ്പം ചെയ്യുന്നതിന് കുറച്ച് മുൻപായിട്ട് എടുത്ത് പുറത്ത് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 150 ഗ്രാം ഡവാണ്. അപ്പോൾ നിങ്ങളത് അളന്നെടുക്കുക. എന്നിട്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തിയെടുക്കുക. അതായത് നല്ല നീളത്തിലായിരിക്കും, അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 40 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ, അതായത് അൺസോൾട്ടഡ് ബട്ടർ ഉരുക്കിയെടുക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബട്ടർ ഒരുപാട് കൂടിയാലും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മധുരവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വല്ലാണ്ടായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ബട്ടർ നിങ്ങൾ ഒരുപാട് എടുക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി ബട്ടറും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല്, പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം മുഴുവനായിട്ട് ഒഴിക്കൽ, കുറച്ച് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് ഫ്ലെയിമിൽ വെക്കാം, ചെറിയ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കുറുക്കിയെടുക്കാം. ഒരുപാട് കട്ട പിടിക്കരുത്, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പിൻ്റെ പകുതി ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ആ മോൾഡിൽ ബേസ് ലെയർ റെഡിയാക്കി എടുക്കാം. കുറച്ച് കുനാഫ എടുക്കുക, എന്നിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇടാം. സൈഡിലോട്ടൊന്നും അധികം പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ സ്പ്രെഡ് ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബാക്കി കുനാഫയും കൂടി മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുനാഫ ഇപ്പോൾ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റും കൂടി ടെമ്പറേച്ചർ ഒന്ന് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓവനിൽ വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ 30 മിനിറ്റ്സ് വെച്ചാൽ മുകൾ ഭാഗം നല്ല ബ്രൗൺ ആയിട്ട് കിട്ടത്തില്ല. അപ്പം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 190 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റും കൂടി വെച്ചു. അപ്പം മുകളിൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടി. ഇനി നമുക്കിതിന് വേണ്ട സിറപ്പ് കൂടി റെഡിയാക്കാം. ഒരു 1/4 കപ്പും അതുപോലെ തന്നെ 1/4 കപ്പിൻ്റെ പകുതിയും കൂടി പഞ്ചസാര എടുക്കുക. അതേ അളവിൽ തന്നെ വെള്ളം കൂടി എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സിറപ്പും റെഡിയായി. ഇനി നമ്മുടെ കുനാഫ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിന് മുകളിൽ കുറച്ച് പിസ്ത കൊണ്ട് ഗാർണിഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിറപ്പ് സെപ്പറേറ്റ് ഇതുപോലൊരു കണ്ടെയ്നറിൽ വേണം കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രീം ചീസ് കുനാഫ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോൾഡിൽ കറക്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.